ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഉരുളക്കിഴങ്ങും മുരിങ്ങാക്കായും വെച്ചിട്ടാണ് തേങ്ങ അരച്ചിട്ടാണ് ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ അതിന് മൊളീശം വെക്കുന്നതെല്ലാം പറയും. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 4 വലിയ മുരിങ്ങാക്കായി എടുത്തിട്ട് അതിൻ്റെ പിറകിലത്തെ ആ നാരൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ 3 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പിറകിലത്തെ തോലൊക്കെ കളഞ്ഞ് എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനായി ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ മുറിച്ച് വെച്ച മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അന്നേരം തന്നെ നമുക്ക് അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് അത് കുറച്ചിട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിനി ഈ ഒരു കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. മുരിങ്ങാക്കായി ഒരുപാട് വേവിച്ച് ഇങ്ങനെ നാര് പോലെ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കറക്റ്റായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഏറ്റവും ആദ്യം നന്നായി തിളച്ചതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിത് തീ കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം വേവിച്ചെടുക്കാം. അപ്പോൾ ആ കഷ്ണങ്ങളെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ അതിൽ തേങ്ങ അരക്കുന്ന സമയത്ത് ഒരു പിഞ്ച് ജീരകം കൂടെ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ അരപ്പ് കറിയിലേക്ക് ചേർക്കുന്ന സമയത്ത് ചതച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ കഷ്ണം പോകുന്ന സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല ഉരുളക്കിഴങ്ങ്. അതുപോലെ തന്നെ മുരിങ്ങക്കായും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തു. ഇത് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്, ഒഴിച്ചേറി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ മിക്സി കഴുകിയ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ ഉപ്പെല്ലാം നോക്കണം. അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഈ ചെറിയ ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ ഇത്രയും മതി വെള്ളം. ഇനി കൂടുതലാക്കിയാൽ ഒരുപാട് വെള്ളമായി പോകും. ഇനി നമുക്ക് ഈ കറി നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും മതിയാവും. ഇനി കൂടുതലായിട്ട് നമുക്ക് ഇത് വറ്റിച്ചെടുക്കണ്ട. ഈ ഒരു ചാറ് നല്ല കണക്കിനുള്ള ഇതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കറിക്ക് വറവിടാനുള്ള സാധനം നോക്കാം. കറിയിൽ വറവിട്ട് കൊടുക്കാനായി ഞാനൊരു സവാളയുടെ പകുതി ചെറിയ കഷ്ണം എടുത്തിട്ട് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് നമുക്കിനി വറുത്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പം അതുപോലെ തന്നെ വറ്റൽമുളക് 2 ചേർത്ത് കൊടുക്കാം. ഇത് കടയിൽ നിന്ന് മേടിച്ച സമയത്ത് പഴുത്തിട്ട് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് കേട്ടോ. അതാണ് ഈ ഒരു കളറ്. അപ്പോൾ ഇതുകൂടി നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മൾക്ക് ഈ വറവ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും വെച്ചുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും പിന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റിൽ ഒഴിച്ചു കറിയാണ് കേട്ടത്. പ്രത്യേകിച്ച് ആ മുരിങ്ങാക്കായുടെ ടേസ്റ്റ് കൂടി വരുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.